യേശു ഒരു വാക്കിനാൽ അവരെ സൗഖ്യമാക്കി എന്ന് നാം അവിടെ വായിക്കുന്നു. കുരുടനോട് കാഴ്ച പ്രാപിക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ കുരുടന് കാഴ്ച ലഭിക്കാനിടയായി തീർന്നു. മുടന്തനോട് എഴുന്നേറ്റ് നടക്കുക എന്ന് കൽപ്പിച്ചപ്പോൾ മുടന്തൻ എഴുന്നേറ്റ് നടപ്പാനിടയായി തീർന്നു. ഭൂതം ബാധിച്ചവരോട് ഒരു വാക്കിനാൽ അവർക്ക് സൗഖ്യം നൽകുവാനിടയായി തീർന്നു. എന്തിനേറെ പറയണം, മരിച്ചവരെ പോലും ഒരു വാക്കിനാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ പാപങ്ങൾക്ക് പരിഹാരമൊരുക്കുവാൻ, പാപിയെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവിടെ ഒരു വാക്കോ ഒരു അത്ഭുത പ്രവൃത്തിയോ നാം കാണുന്നില്ല. പിന്നെയോ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി പാപമില്ലാത്ത ഈ ദൈവപുത്രൻ സ്വന്തം ജീവനെ മറുവിലയായി നൽകി തന്നു എന്നുള്ള രക്ഷയുടെ സന്ദേശമാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. എന്താണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ പാപമില്ലാത്ത ദൈവപുത്രൻ സ്വന്തം ജീവനെ മറുവിലയായി നൽകി തന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഈ മനുഷ്യനെ വിലമതിക്കുവാൻ, ഇവനിത്ര പ്രാധാന്യം അർഹിക്കുവാൻ എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? 8-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവേ, നിന്റെ വിരലുകളുടെ പണിയാകുന്ന ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രന്മാരെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? എന്താണ് ഈ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഈ മനുഷ്യന് പ്രാധാന്യമുള്ളത്? കേവലം മർത്യനാകുന്ന ഈ മനുഷ്യനെ വീണ്ടെടുപ്പാൻ സാക്ഷാൽ ദൈവപുത്രൻ സ്വന്തം ജീവനെ മറുവിലയായി നൽകി തന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു ചോദിക്കുകയാണ്. സൃഷ്ടിപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉളവാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവ ഉളവായി തീർന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ സൃഷ്ടിപ്പിൽ ശ്രേഷ്ഠവും മകുടവുമായി നിൽക്കുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം ഇപ്രകാരം വായിക്കുന്നു, യഹോവയാകുന്ന ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ നിർമ്മിച്ചതിന് ശേഷം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എന്താണ് ഇവന് ഇത്ര പ്രാധാന്യമുള്ളത്? ഇവനെ വീണ്ടെടുക്കാൻ വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ സ്വന്തം ജീവനെ മറുവിലയായി നൽകി തന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിലുള്ളതത്രേ ഇവന് പ്രാധാന്യം അർഹിക്കുന്നത്. പാപം ചെയ്ത് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യവർഗം നിത്യശിക്ഷാവിധിയാകുന്ന ന്യായവിധിയാകുന്ന നരകത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, വീണുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവുള്ള മനുഷ്യൻ അവനാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാക്ഷാൽ ദൈവപുത്രൻ സ്വന്തം ജീവനെ മറുവിലയായി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നൽകുവാനിടയായി തീർന്നു. എന്താണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്? ഇവിടെ ഗൗരവമായി നിൽക്കുന്ന വിഷയം എന്താണ്? മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതാണോ? ആധുനിക സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തങ്ങളാണോ? ഒരിക്കലുമല്ല. ഇവിടെ 21-ാം നൂറ്റാണ്ടിലും ഇന്നും പ്രാധാന്യം അർഹിക്കുന്നതും ഗൗരവമായി നിൽക്കുന്നതും വിഷയം വേറൊന്നുമല്ല. പാപമില്ലാത്ത ദൈവപുത്രൻ പാപികളെ സ്നേഹിച്ച് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ മറുവിലയായി നൽകി തന്നു എന്നുള്ള രക്ഷയുടെ സന്ദേശമാണ് ഇന്നും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്.